ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ വാഗ്ദാനങ്ങളുമായി പാർട്ടികൾ കളം നിറയുമ്പോൾ ഡൽഹിയുടെ രാഷ്ട്രീയ മനസ്സ് ആർക്കു പിടികൊടുക്കാതെ നിൽക്കുകയാണ്. ഭൂമിശാസ്ത്രപരമായി ഡൽഹി ചെറിയ സംസ്ഥാനമാണെങ്കിലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. ബി.ജെ.പിയും കോൺഗ്രസും ഭരിച്ചിരുന്ന സംസ്ഥാനം അപ്രതീക്ഷിതമായി കടന്നെത്തിയ ആം ആദ്മി പാർട്ടി. അങ്ങനെ ടിസ്റ്റുകളുടെ കലവറയാണ് ഡൽഹി രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പിൽ ആരെയും മാറ്റി പരീക്ഷിക്കുന്ന ഡൽഹിയിലെ ജനത ഇക്കുറി എങ്ങനെയാകും വിധിയെഴുതുകയെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. ജനത്തെ കയ്യിലെടുക്കാൻ ആം ആദ്മി പാർട്ടിയും ബി.ജെ.പിയും കോൺഗ്രസും ഡൽഹിയിൽ വാഗ്ദാന പെരുമഴ ചൊരിയുകയാണ്. സംസ്ഥാനം രൂപീകരിച്ച ശേഷം 1993 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയുടെ അധികാരം ബി.ജെ.പിയുടെ കയ്യിലായിരുന്നു. 70 സീറ്റുകളിൽ 49 സീറ്റും വിജയിച്ചായിരുന്നു ബി.ജെ.പി അധികാരം പിടിച്ചത്. 1998 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയിൽ നിന്നും അധികാരം കോൺഗ്രസ് പിടിച്ചെടുത്തു. 2003-ലും 2008-ലും കോൺഗ്രസ് തന്നെ അധികാരത്തിൽ തുടർന്നു. എന്നാൽ 2013 എത്തിയപ്പോൾ ഡൽഹിയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശി. 2011-ൽ അണ്ണാ ഹസാരെ ആരംഭിച്ച അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തെ തുടർന്ന് ഡൽഹി കേന്ദ്രമാക്കി 2013-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി രംഗപ്രവേശം നടത്തി. ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് 28 സീറ്റുകൾ നേടി കരുത്ത് തെളിയിച്ചു. കോൺഗ്രസിന്റെ പിന്തുണയോടെ എ.എ.പിയുടെ ആദ്യ സർക്കാർ അധികാരത്തിലേറി. എന്നാൽ 49 ദിവസത്തെ ആയുസ് മാത്രമേ ഈ സർക്കാരിനുണ്ടായിരുന്നുള്ളൂ. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 67 സീറ്റുകൾ നേടി എ.എ.പി വീണ്ടും അധികാരത്തിലേറി. 2020-ൽ 62 സീറ്റുകളുമായി എ.എ.പിയുടെ അധികാരരഥം വീണ്ടും ഡൽഹിയിൽ ഉരുണ്ടു. ഇക്കുറി രാജ്യ തലസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കലുഷിതമാണ്. തുടർച്ചയായുള്ള അഴിമതി കഥകളും അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസവും മന്ത്രിമാർ അഴിമതി കേസിൽ അറസ്റ്റിലായതുമെല്ലാം ഡൽഹിയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.